കസ്റ്റമർ റെഫറൻസ് അയച്ചു തന്നിട്ടാട്ടോ നമ്മളിപ്പോൾ ഈ കേക്ക് ചെയ്യുന്നത്. ഈ കേക്ക് വന്നിട്ട് 1.5 kg റെഡ് വെൽവെറ്റ് കേക്കാണ്. കസ്റ്റമർ തന്നൊരു മോഡലായതുകൊണ്ട് തന്നെ എന്ത് ഡിസൈൻ കൊടുക്കും എന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു കേക്ക് ഇതുപോലെ തന്നെ വേണമെന്ന് കസ്റ്റമറിന് ഇത്ര നിർബന്ധം ഉണ്ടാവാനായിട്ടുള്ള കാരണം ഇതിൽ വരുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു. ആ ഒരു പിങ്കും വയലറ്റും ആയിരുന്നു കസ്റ്റമറിന് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ നമ്മളോട് സെയിം ഇതുപോലെ തന്നെ ചെയ്തു തരാനായിട്ട് പറഞ്ഞത്. ഞാൻ ഇതിൻ്റെ കേക്കിൻ്റെ ഫുൾ ഡിസൈനൊക്കെ ചെയ്തു. അതുപോലെ അതിലുണ്ടായിരുന്ന എല്ലാ ഡിസൈൻസും കൊടുത്തു. ബോർഡറിലും ഫുൾ ഡിസൈനൊക്കെ കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ ആ കുട്ടിയുടെ പേരും വെച്ചു. ഞാനത് കേക്ക് ഫുൾ എന്നിട്ട് ഡിസൈനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ പോയി തിരിച്ച് വന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്താണ് ഞാൻ ചെയ്തതിലൊരു തെറ്റെനിക്ക് മനസ്സിലായത്. പക്ഷേ തെറ്റെനിക്ക് മനസ്സിലായെങ്കിലും ആ ഒരു തെറ്റിന് എനിക്ക് തിരുത്താനോ അതിനുള്ളൊരു സമയവും സാവകാശം ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ എനിക്ക് അയച്ചു തന്നിരുന്ന റെഫറൻസ് പിക്കിൽ ഈ ചെയ്തിരിക്കുന്ന എല്ലാ ഡിസൈൻസും വലിയ നോസിൽ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അത് അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ ഡിസൈൻ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു തെറ്റ് മനസ്സിലാക്കിയത്. ഞാൻ നോർമൽ ചെറിയ നോസിൽ വെച്ചിട്ടായിരുന്നു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ബേക്കിംഗ് തുടങ്ങി അന്ന് മുതലേ എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് തല്ലും വഴക്കും ഒന്നും കേൾക്കാതെ ഞാൻ രക്ഷപ്പെട്ടു. ഇതുപോലെയുള്ള ചെറിയ ചെറിയ മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതായിരുന്നു എനിക്ക് വന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. താങ്ക്